ഹായ് ഓൾ, അനസ്ലോൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈവനിങ് ടൈമിൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സാൻഡ്വിച്ചിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. നമ്മൾ ബ്രെഡിനെ ബട്ടറിനകത്തിട്ട് നന്നായിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം ബ്രെഡ് ബട്ടറിനകത്തിട്ട് ടോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. പിന്നെ നമ്മൾ അകത്ത് ഫില്ലിങ്ങിനായിട്ട് എഗ്ഗ് എടുക്കുന്നുണ്ട്. ഞാനിവിടെ കാടമുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഒരു 4 കാടമുട്ട ബുൾസൈ പോലെയാക്കി എടുക്കുന്നുണ്ട്. പിന്നെ തക്കാളി വളരെ കനം കുറച്ചിട്ട് നമുക്ക് വട്ടത്തിൽ അരിഞ്ഞിട്ട് നമുക്കിതേപോലെ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാവുന്നതാണ്. സവാളയും ഇതേപോലെ തന്നെ വട്ടത്തിൽ സ്ലൈസ് ചെയ്തെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാവുന്നതാണ്. ഇതൊക്കെ റോ ആയിട്ട് വേണമെങ്കിലും വെക്കാം, പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും. പിന്നെ നമ്മുടെ ക്യാരറ്റാണ് എടുക്കുന്നത്. ഒരു മീഡിയം സൈസ് ക്യാരറ്റ് എടുത്ത് ഇതുപോലെ വളരെ കുഞ്ഞിതായിട്ട് നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ചെറുതായിട്ട് നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോഴേക്കും കഴിക്കാനും നല്ല ടേസ്റ്റി ആയിരിക്കും. ഒരല്പം മയണൈസ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അല്പമല്ല, ക്യാരറ്റിന് ആവശ്യം എത്രയാണോ അത്ര തന്നെ ഒഴിക്കാം. നമുക്കിവിടെ കുറച്ച് മതിയായിരുന്നു. അപ്പം അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമുക്കത് സെറ്റ് ചെയ്തെടുക്കാം. ആദ്യം തന്നെ നമ്മുടെ ബ്രെഡ് എടുത്ത് വെച്ച ശേഷം നമ്മുടെ ക്യാരറ്റിൻ്റെയും മയണൈസിൻ്റെയും മിക്സ്ചർ തേച്ച് കൊടുക്കാവുന്നതാണ്. പിന്നെ അകത്ത് ഫില്ലിങ്ങിനായിട്ട് എടുത്ത് വെച്ചിരിക്കുന്ന സവാള, അതുപോലെ തന്നെ തക്കാളി, എഗ്ഗ് ഇത്രയും വെച്ച് കൊടുക്കാവുന്നതാണ്. എഗ്ഗിനകത്ത് ഞാനിവിടെ ഒരല്പം കുരുമുളക് പൊടിയും അതുപോലെ ഉപ്പും ഒക്കെ ടേസ്റ്റിനായിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരു ടേസ്റ്റ് ബാലൻസ് ചെയ്ത് കിട്ടാനായിട്ട് ഒരല്പം മധുരത്തിനകത്തിട്ട് കെച്ചപ്പും കൂടെ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ചീസിൻ്റെ ഒരു സ്ലൈസ് അതിന് മുകളിലേക്ക് വെച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ അകത്തെ ഫില്ലിങ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഏറ്റവും മുകളിലായിട്ട് നമുക്ക് ബ്രെഡിനകത്ത് ഇതേപോലെ തന്നെ മയണൈസും ക്യാരറ്റും ചേർത്ത മിക്സ്ചർ തേച്ച് കൊടുത്തിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. പിന്നീട് നമുക്ക് നമ്മുടെ കെച്ചപ്പ് ഏറ്റവും മുകളിലായി ഒഴിച്ചു കൊടുത്തിട്ട് ബുൾസയും കൂടെ വെച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഈ സാൻഡ്വിച്ചിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. നെക്സ്റ്റ് വീഡിയോയിൽ കാണുമ്പോൾ ബൈ ബൈ.